വഖഫ് ഭൂമി പിടിച്ചെടുത്ത് യോഗി സർക്കാർ. യുപിയിൽ 58 ഏക്കർ വഖഫ് ഭൂമി സർക്കാർ ഭൂമിയായി രജിസ്റ്റർ ചെയ്തു. യുപിയിലെ കൗശാംബി ജില്ലയിലാണ് സംഭവം. അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, സുപ്രീം കോടതി വിഷയം പരിഗണിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ കോടതിയെ പോലും ബഹുമാനിക്കാത്ത നിലപാട് യുപിയിലെ സർക്കാർ സ്വീകരിക്കുന്നത്. റഷീദ്, തീർച്ചയായും വഖഫ് ഭൂമിയിൽ തൽസ്ഥിതി തുടരണമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുമ്പോഴും ഈ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന നിലപാടുകളിലേക്കാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകളൊക്കെ തന്നെയും നീങ്ങുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ കൗശാംബി ജില്ലയിലെ 58 ഏക്കർ വഖഫ് ഭൂമിയാണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ വസ്തുവായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ, അതായത് കൃത്യമായിട്ടുള്ള രേഖകൾ ഇല്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ജില്ലയിൽ 98.95 ഹെക്ടർ ഭൂമിയാണ് ഈ വഖഫ് ബോർഡിന് കീഴിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലെ 58 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള രേഖകളില്ലെന്ന കാരണത്താൽ പിടിച്ചെടുക്കുന്ന നടപടിയുമായി യോഗി സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ വഖഫ് ഭൂമികളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ താലൂക്ക് അടിസ്ഥാനത്തിൽ 3 അംഗ സംഘത്തെ നിയമിച്ചിട്ടുണ്ട്. ഈ സംഘത്തിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടപടി എന്നുമാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കും. അത്തരത്തിൽ പരിശോധനകൾ നടന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഭൂമികളും അതോടൊപ്പം സ്വത്തുവകകളും കൈ കടത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് BJPയുടെ ഭാഗത്തും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊരു കോടതി അലക്ഷ്യ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രീം കോടതി അലക്ഷ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഉണ്ടായത് എന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡും അതോടൊപ്പം വിവിധ സംഘടനകളും ആരോപിക്കുകയും ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ തീർക്കാൻ തന്നെയാണ് സംഘടനകളുടെ തീരുമാനം. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.